സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ആയിട്ട് നെടുമങ്ങാട് SDPIയുടെ പ്രവർത്തകരും CPM DYFI പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും ശരി, രണ്ടു കൂട്ടരും സംയമനം പാലിക്കണമെന്നാണ് നിഷ്പക്ഷമതികളായ ആളുകൾക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കി മത ധ്രുവീകരണം നടത്താൻ വേണ്ടി ഈ സംഘപരിവാർ ശക്തികളും കാസ പോലുള്ള തീവ്രവാദ ഭീകര സംഘടനകൾ ശ്രമിക്കുകയാണ്. അപ്പോൾ മുസ്ലിമിനെ ആയിരുന്നാലും ഇസ്ലാമിനെ ആയിരുന്നാലും കരുവാരത്തേക്കാൻ വേറെ കൂട്ടരും ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആണ്, അതായത് നിഷ്പക്ഷമതികൾ എന്ന് പറയുന്ന ആൾക്കാർ ചിലരുടെ പക്ഷം പിടിക്കുന്നുമുണ്ട്. എന്തായാലും ശരി, നമുക്കിവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ജനങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ജാതിയും മതവും പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഇവിടെ സംഘർഷമുണ്ടാക്കി നമ്മുടെ കേരളത്തിൻ്റെ സംയമനത്തെയും മതസൗഹാർദ്ദത്തെയും ഇല്ലാതാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്വേഷവും വെറുപ്പും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി അതുകൊണ്ട് ആർക്കാണ് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ മുസ്ലിങ്ങളാണ് കൂടുതലും SDPIയിലെ പ്രവർത്തകരുന്നുണ്ട്. CPMലായിരുന്നാലും DYFIയിലായിരുന്നാലും മുസ്ലിംസും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ വേണ്ടതെന്ന് പറയുന്നത്, നാട്ടിലൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ അതിനെ സംയമനത്തോടു കൂടി നേരിടുക. ഏതെങ്കിലും തരത്തിൽ അവർ തമ്മിൽ സമാധാന ശ്രമം നടത്തി ആ സംഘർഷം ലഘൂകരിക്കുകയോ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ ആംബുലൻസ് രാത്രി 12 മണിക്ക് ശേഷം വന്ന് അടിച്ച് തകർക്കുക. ഈ ആംബുലൻസ് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ജനങ്ങൾക്ക്, അതായത് പാവപ്പെട്ടവന് വേണ്ടി ഉപകരിക്കുന്നതാണ് ഈ ആംബുലൻസ്. ഫ്രീ ആയിട്ടാണ് അവർ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ, അതായത് നെടുമങ്ങാട് തൊല്ലുള്ള പാവപ്പെട്ടവന് ജാതിയും മതവും ഒന്നും പ്രശ്നമല്ലാതെ പാവപ്പെട്ടവനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വീട്ടിൽ കൊണ്ടുപോകാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ആംബുലൻസിനെ രാത്രി 12 മണിക്ക് ശേഷം മുഖം മൂടി ധരിച്ച് വന്നിട്ട് പിന്നെ അതിനെ അടിച്ചു പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു തെമ്മാടിത്തരമാണ്. അതും ഭരിക്കുന്ന കക്ഷി. കേരള സംസ്ഥാനം ഭരിക്കുന്നത് CPM ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ. ആ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ഇടപെട്ട് അവിടെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ടേ? അതിന് പകരം ആളുകളെ രണ്ട് ഭാഗത്തും സംഘർഷം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന വേറൊരു കൂട്ടരും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് ഈ മുഖ്യമന്ത്രി മൂക്കിന് താഴെയാണ്. തിരുവനന്തപുരം സിറ്റിയുടെ ഏറ്റവും അടുത്ത സ്ഥലമാണ് നെടുമങ്ങാട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ജനങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കിക്കോട്ടെ, അല്ലെ അവർ തമ്മിൽ അക്രമം നടത്തിക്കോട്ടെ, അവർ പരസ്പരം വെട്ടിക്കൊല്ലട്ടെ, കുത്തിക്കൊല്ലട്ടെ എന്ന് കണക്കാക്കി മുഖ്യമന്ത്രി ഉണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് കേരളത്തിന് വേണ്ടത്. അപ്പോൾ അത് തിരിച്ച് ഇപ്പോൾ ആരായിരുന്നാലും ശരി, കേരളത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് പ്രത്യേകിച്ച് നെടുമങ്ങാട് സിറ്റിക്ക് അടുത്താണ്. അപ്പോൾ അവിടെ ഉള്ളവരിപ്പോൾ SDPIയുടെ ആംബുലൻസ് അടിച്ചു പൊട്ടിക്കുകയും അവിടുത്തെ SDPIയുടെ നേതാവിൻ്റെ വീട് കല്ലെറിഞ്ഞ് പൊട്ടിക്കുക, അതൊക്കെ നമ്മൾ കാണുന്നതാണ്. CCTVയിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു. അതുപോലെ അവിടെ ബഹളം ഉണ്ടാകുന്ന സമയത്ത് DYFക്കാരൻ ബാക്കിൽ കത്തിയായിട്ട് പോകുന്നതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ശരി, തെറ്റും ശരിയും ആരെ ഭാഗത്തു നിന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് ഒതുക്കി തീർക്കാനാണ് വിവേകമുള്ള നേതാക്കന്മാർ ശ്രമിക്കേണ്ടത്. അല്ലാതെ അവനത് ചെയ്തു, അതിന് പകരം നമുക്ക് ചെയ്യാം. ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്, അതിനനുസരിച്ച് പോകട്ടെ. അല്ലാതെ അതിന് പ്രതിവിധി ഉടനെ ചെയ്യണമെന്നുള്ളതല്ല. അപ്പോൾ എന്തായാലും SDPക്കാരുടെ പിന്നെ ആംബുലൻസ് അടിച്ചു പൊട്ടിച്ചതിന് പകരമായിട്ട് അവരാണ് കത്തിച്ചത്. ആരാണ് കത്തിച്ചതെന്ന് അറിഞ്ഞൂടാ, അത് അവിടെ നിന്ന് കത്തി. ഇപ്പൊ ആര് കത്തിച്ചായാലും ശരി, സംഗതി കത്തി എന്നുള്ളത് സത്യം, മറ്റത് ആംബുലൻസ് അടിച്ചു പൊട്ടി എന്നുള്ളത് സത്യം. അപ്പൊ നഷ്ടമാർക്കാണ്? അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കാണ്. അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ, പാവപ്പെട്ടവനായാലും പണം ഉള്ളവനായിരുന്നാലും ശരി, സമാധാനമായി ഇനി ഉറങ്ങാനൊക്കെ. അപ്പോൾ അങ്ങനെ അതാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ചെയ്യേണ്ടത്? അല്ല. അപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാവുമ്പോൾ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ജനങ്ങളോട് ഉത്തരവാദിത്തങ്ങളുണ്ട്.
അപ്പോൾ അവരെന്ന് പറയുമ്പോൾ അവർ സമാധാനപ്രിയരാവണം. നമ്മുടെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത്, നാട്ടിൽ കലാപം ഉണ്ടാക്കരുത്. എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഉണ്ടാവുന്നെങ്കിൽ നമ്മൾ അതിനെ ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് ശ്രമിക്കാതെ പരസ്പരം പിന്നെ കലാപവും പിന്നെ തീവെപ്പും കൊള്ളിവെപ്പും ഒക്കെ നടത്തി ജനങ്ങളെ ഭയവിഹുലരാക്കുന്ന ആ സിസ്റ്റം, എന്താണ് അതിന് ആരെങ്കിലും സമാധാന പ്രേമികൾ മാത്രമല്ല, അതായത് നിഷ്പക്ഷമതികളായ ആളുകൾ പോലും, മതേതര വിശ്വാസികളായിരുന്നാലും ശരി, രാഷ്ട്രീയക്കാരായിരുന്നാലും ശരി, അതിനെ സപ്പോർട്ട് ചെയ്യരുത് യാതൊരു കാരണവശാലും. നമ്മളെ നാടാണ്. ഇപ്പൊ നെടുമങ്ങാട് താമസിക്കുന്നത്, ഞാൻ ഒരുപാട് പ്രാവശ്യം നെടുമങ്ങാട് എനിക്ക് ബന്ധു വീടുകളൊക്കെ ഉണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇപ്പോ ഏതെങ്കിലും ഒരു SDPക്കാരൻ ബന്ധത്തിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പോകുമ്പോൾ പുറത്തുനിന്ന് ആളെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ DYFIക്കാരൻ ഇനി വേറൊരു സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അവിടെ ആരെങ്കിലും ഒരു ബന്ധു പിന്നെ വന്നാൽ അതും പ്രശ്നമാവും. ഇനിയിപ്പോൾ അങ്ങനെയാണ് കാര്യം, അവർ വെളിയിൽ നിന്ന് ആളിനെ ഇറക്കിയിട്ടുണ്ട്, അവിടെ ഈ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. ജനങ്ങൾ പരസ്പരം സഹകരിച്ച് സന്തോഷമായിട്ട് സൗഹാർദ്ദത്തിൽ കഴിയാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. DYFI ആയിരുന്നാലും CPM ആയിരുന്നാലും നമ്മളെ നാടാണ്. അത് SDP ആയിരുന്നാലും ശരി, നമ്മളെ നാടാണ്, നമ്മളെ സഹോദരങ്ങളാണ്. ജാതിയും മതവും പിന്നെ എന്തോ ആയിക്കോട്ടെ, രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാം, ആശയത്തെ ആശയം കൊണ്ട് നേരിടാം. ആശയ ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴാണ് നാട്ടിൽ കലാപം ഉണ്ടാകുന്നത്. ഈ ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് വെറുതെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ഭയവിഹുലരാക്കാതെ അവർ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. നിങ്ങൾ ഇറങ്ങി പ്രചാരണം നടത്തിയാൽ പോരെ പാർട്ടിക്ക് വേണ്ടി. ഇപ്പോൾ CPMകാരായിരുന്നാലും കോൺഗ്രസ്സുകാരായിരുന്നാലും SDPക്കാരായിരുന്നാലും ജനങ്ങളുടെ ഇറങ്ങി പ്രവർത്തിക്കണം. അല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന 2 ആംബുലൻസ് നശിപ്പിക്കപ്പെട്ടപ്പോൾ ആർക്കാണ് എന്താണ് നഷ്ടം ഉണ്ടായത്? അത് മനസ്സിലാക്കേണ്ട. ജനങ്ങൾ കാണുകയല്ലേ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ജനങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അവർ പ്രശ്നക്കാരാണ്, അവരാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് എന്ന് പറയില്ലേ? അപ്പോൾ ചെയ്യാനുള്ളത് നേതൃത്വ നിരയിലുള്ള ആൾക്കാർ ഇത് സംയമനത്തോടു കൂടി നേരിട്ട് അവര് സമാധാനം കൊടുക്കണം ജനങ്ങൾക്ക്. അവിടെയുള്ള ജനങ്ങൾ ജീവിച്ചോട്ടെ. അവരെന്തെങ്കിലും കൂലിവേല ചെയ്തോ, ബിസിനസ് ചെയ്തോ, കച്ചവടം ചെയ്തോ, എന്തെങ്കിലും അതുപോലെ പുറത്ത് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തോ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. നമ്മളൊക്കെ പുറത്ത്, ഞാൻ സൗദി അറേബ്യയിൽ ജിദ്ദയിലാണ് കഴിയുന്നത്. അങ്ങനെ എത്രയോ ആൾക്കാർ നെടുമങ്ങാട് താലൂക്കിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ അവരൊക്കെ സമാധാനമായി നമ്മൾ ഇവിടെ ജോലി ചെയ്ത് ജീവിച്ചോട്ടെ. അപ്പോൾ നമുക്ക് സമാധാനക്കേട് ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വിവേകശാലികളായ നെടുമങ്ങാട്ടുകാർ, SDP ആയാലും ശരി, കോൺഗ്രസ്സുകാർ തന്നെ ആയിരുന്നാലും ശരി, കോൺഗ്രസ്സുകാർക്ക് മുൻകൈ എടുത്ത് വേണമെങ്കിലും ഇതിന് സമാധാനം ഉണ്ടാക്കാം. 2 കൂട്ടരെയും വിളിച്ച് കൂട്ടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും വിട്ടി അവിടെയുള്ള പോലീസിന്റെ DYSPയോ ആരെങ്കിലും മുൻകൈയെടുത്ത് സമാധാന ശ്രമത്തിന് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾ ഭയമില്ലാതെ സമാധാനത്തിലും സന്തോഷത്തിലും ജനങ്ങൾ പരസ്പരം സഹകരിച്ച്, രാഷ്ട്രീയം ഏതോ ആയിക്കൊണ്ട് പോട്ടെ, രാഷ്ട്രീയത്തിന് അതിന് പ്രശ്നമെന്ത്, മതം ഏതോ ആയിക്കൊണ്ട് പോട്ടെ, അത് അവരവരുടെ പ്രശ്നങ്ങളല്ലേ. നമ്മൾ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്നാണ് ഈ സംഘപരിവാറുകാർ എന്ന് പറയുന്ന നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ടായത് നമ്മൾ കാണുകയാണ്. കാസ വലിയ തീവ്രവാദി ശക്തിയായിട്ട് ഇപ്പോൾ വരെയാണ്, ഭീകരന്മാരാണെന്നൊക്കെയാണ് ബാക്കിയുള്ളവർ പറയുന്നത്. എന്തായാലും ശരി, ആര് വന്ന് പേടിപ്പിച്ചാലും നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവര് പിന്നെ എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ. പക്ഷേ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുണ്ട്, കോടതിയുണ്ട്, അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചോളും. നമ്മൾ വെറുതെ നാട്ടിൽ കലാപം ഉണ്ടാക്കാനും പിന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനും പോകരുതെന്നും ജനങ്ങൾ സംയമനത്തോടു കൂടി ഈ കാര്യത്തെ കണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ, ആളുകൾ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ് വിവേകശാലികളായ നെടുമങ്ങാടിലെ നേതാക്കന്മാരുടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും ശരി, നിങ്ങളെ മുൻകൈയെടുത്ത് അതിന് സമാധാനം ഉണ്ടാക്കി അവർ തമ്മിൽ സുൽഹ് എന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്, അവർ തമ്മിൽ അതായത് ഒത്തൊരുമയോടെ പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.